തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം അദ്ദേഹം പൂർണ്ണമായും വട്ടിയൂർക്കാവിലായിരുന്നു. അദ്ദേഹം താമസിച്ചതും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ തന്നെയാണ്. തുടർച്ചയായിട്ട് വട്ടിയൂർക്കാവിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ടായിരുന്നു. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തോൽവിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമായത്? അടുത്ത സമയം വരെ അദ്ദേഹം വട്ടിയൂർക്കാവിൽ സജീവമായിരുന്നു. തോൽവിക്ക് സാധ്യത എന്നതല്ല, അവിടുത്തെ മത്സരം പ്രവചനാതീതമായി മാറും എന്നതാണ് വിലയിരുത്തൽ. തോൽക്കും എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി നേതൃത്വമൊന്നും ഒരിക്കലും കടന്നിട്ടില്ല. മാത്രമല്ല, തലസ്ഥാനത്ത് മുൻപ് എപ്പോഴത്തേക്കാളും വളരെ സജീവമാണ് കെ മുരളീധരൻ. എല്ലാ പാർട്ടി പരിപാടികളിലും ഉദ്ഘാടന വേദികളിൽ ഇപ്പോൾ കെ മുരളീധരൻ സജീവമായി പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് പല ജനകീയ പ്രശ്നങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മുൻപിൽ നിന്ന് പല പ്രതിഷേധ പരിപാടികളും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ജില്ലയിലുടനീളം സജീവമായി തന്നെയാണ് കെ മുരളീധരൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കെ മുരളീധരൻ ഉണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സർപ്രൈസ് മണ്ഡലം കെ മുരളീധരന് വേണ്ടി പരിഗണിക്കപ്പെടുമോ? അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലം നിലവിൽ ലീഗ് മത്സരിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂരിൻ്റെ ഭാഗമായ ഗുരുവായൂരാണ്. അവിടെ നിലവിൽ NK അക്ബർ LDFിൻ്റെ പ്രതിനിധിയാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ. മണ്ഡല പുനർനിർണയത്തിന് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് മുൻപാണ് മുസ്ലിം ലീഗിന് അവിടെ MLA ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇല്ല. കഴിഞ്ഞ തവണ KNA ഖാദർ പരാജയപ്പെട്ടത് 18,000-ഓളം വോട്ടുകൾക്കാണ് ഗുരുവായൂരിൽ. അപ്പോൾ അതെങ്ങനെ ഒരു സുരക്ഷിത മണ്ഡലമായി മാറും? അതായത് ഗുരുവായൂർ പരിഗണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ 30% താഴെ മാത്രമേ ഈ BJP ഹിന്ദു വോട്ടുകൾ എത്തുകയുള്ളൂ. ബാക്കി മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. കെ മുരളീധരനെ മുമ്പിൽ നിർത്തിയാൽ ആ BJP വോട്ടുകളിൽ സ്പ്ലിറ്റ് സംഭവിച്ചത് മാറിപ്പോയാലും ബാക്കിയുള്ള 70% നിന്ന് മുരളീധരന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകും. അതായത് മുസ്ലിം വോട്ടുകൾ കൃത്യമായി കെ മുരളീധരന് അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്നൊരു വിലയിരുത്തലിലാണ് ഇങ്ങനെയൊരു കൂടിയാലോചന നടക്കുന്നത്. പക്ഷേ ഒരു തീരുമാനത്തിലേക്കും ഇതുവരെ പാർട്ടി അന്തിമമായി എത്തിയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തടസ്സമായി മാറുന്ന കാര്യം കെ മുരളീധരൻ്റെ മനസ്സിൽ മറ്റൊരു സർപ്രൈസ് മണ്ഡലം ഉണ്ട് എന്ന ചിന്താഗതിയാണ്. അതേതാണ് എന്ന കാര്യത്തിൽ അദ്ദേഹം ആരോടും മനസ്സ് തുറന്നിട്ടില്ല. ആ കാര്യം അദ്ദേഹം നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, ഇതാണ്. അപ്പോൾ മറ്റൊരു മണ്ഡലം കൂടി തേടുന്നത് കൊയിലാണ്ടി ആണ് എന്നാണല്ലോ, കോഴിക്കോട് ജില്ലയിലെ. MS അനീഷ് കുമാർ, അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? മഞ്ജുഷ്, വലിയ സാധ്യതയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു മണ്ഡലം മുരളീധരൻ ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാട് ഉണ്ട്. കാരണം അദ്ദേഹം വടകരയിലെ MP ആയിരുന്നു. കോഴിക്കോട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമായി നിന്ന ആളുമായിരുന്നു. ഇതിനുശേഷമാണ് തൃശ്ശൂർ ജില്ലാ മത്സരത്തിനായി പാർട്ടി പറഞ്ഞതനുസരിച്ച് പോയത്. ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുന്ന വേളയിൽ ആദ്യം ശൈലജ ടീച്ചറായിരുന്നു മത്സരംഗത്തിലുണ്ടായിരുന്നത്. അന്ന് തന്നെ ശൈലജ ടീച്ചറുടെ ഒരു പ്രഭാവത്തിൽ ഒരു മങ്ങൽ വരുമോ എന്നൊക്കെയുള്ള ആശങ്കയും കെ മുരളീധരൻ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പാർട്ടി ഈ പത്മജയുടെ ഒഴിവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പത്മജ BJPയിലേക്ക് പോയപ്പോൾ തൃശ്ശൂർ മത്സരിക്കാൻ പറയുകയും അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ശക്തമായ വേരുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കെ മുരളീധരനുള്ളത് കോഴിക്കോടാണ്. ഇവിടുത്തെ അണികൾക്കിടയിലും ഒപ്പം മറ്റ് നേതാക്കൾക്കിടയിലുമൊക്കെ ഒരു വ്യക്തമായ ഒരു നേതൃസ്ഥാനം കെ മുരളീധരന് നൽകുന്നുമുണ്ട്. പക്ഷേ കൊയിലാണ്ടി നേരത്തെ തന്നെ DCC അധ്യക്ഷനായിരുന്ന K പ്രവീൺകുമാർ മത്സരിക്കാനായി പാർട്ടിയോട് ചോദിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ കെട്ടിപ്പടുക്കുന്നതിന് പ്രവീണിനായി പുതിയൊരു ആസ്ഥാന മന്ദിരം ഗംഭീരമായി നിർമ്മിക്കുന്നതിനായി അങ്ങനെ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാളായി പ്രവീൺകുമാർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രവീൺകുമാറുമായി നമ്മൾ സംസാരിക്കുമ്പോഴും ഈ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കഴിയുക എന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കുന്ന ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. കാര്യമായൊരു മുന്നേറ്റം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ പരമാവധി മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയിലേക്ക് പ്രതിനിധികളെ പറഞ്ഞു വിടുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും പ്രഥമ പരിഗണന എന്നാണ് പ്രവീൺകുമാർ പറയുന്നത്. ഈ കൊയിലാണ്ടി എന്ന സീറ്റിലേക്ക് കെ മുരളീധരൻ എത്തിയാൽ അതിന് വലിയൊരു എതിർപ്പ് ജില്ലയിൽ നിന്നും ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി LDF ജയിക്കുന്ന മണ്ഡലമാണ്. കാനത്തിൽ ജമീലയാണ് കൊയിലാണ്ടിയിൽ നിന്നുള്ള MLA. അവർ വളരെ ജനകീയമായ ഒരു നേതാവാണ്. അവിടെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായൊക്കെ ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടാനും കഴിഞ്ഞിരുന്നു. പക്ഷേ
പക്ഷേ അവരുടെ ആരോഗ്യനില കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വളരെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ അവർക്ക് ആരോഗ്യം അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് പകരം ഒരു സ്ഥാനാർത്ഥിയെ കൊയിലാണ്ടിയിൽ CPM കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ദാസനും വിശ്വൻ അടക്കമുള്ള ആളുകളൊക്കെ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി CPM സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോഴും കോൺഗ്രസിന് ശക്തമായ വേരുകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം MT പത്മയും P ശങ്കരനെയും പോലുള്ള ആളുകൾ തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. ഒപ്പം LDF സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോഴും ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല. കൊയിലാണ്ടിയിൽ സാധ്യതയുള്ളതാണ് കോൺഗ്രസിന്. UDF-ന്റെ മുൻപ് P ശങ്കരൻ ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അവിടെ തുടർച്ചയായിട്ട് CPM ജയിച്ചു വരികയാണ്. ഇപ്പോൾ കോൺഗ്രസ് നിരീക്ഷകൻ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ N ശ്രീകുമാർ, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് K മുരളീധരൻ നിൽക്കുന്നത്. അദ്ദേഹം വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു മണ്ഡലം, BJPക്ക് ഏറെ സാധ്യതയുണ്ടായിരുന്ന ഒരു മണ്ഡലം, കുമ്മനം രാജശേഖരനുമായിട്ട് 2016 പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത്. പക്ഷേ K മുരളീധരൻ എന്ന വ്യക്തിയുടെ പ്രഭാവം കൊണ്ടാണ് അന്ന് UDF-ന് ആ സീറ്റ് നിലനിർത്തുവാൻ കഴിഞ്ഞത്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷേ അവിടെ നിന്ന് വടകരയിൽ പോയി മത്സരിച്ച് MP ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് താഴോട്ടായിരുന്നു. നേമത്ത് വന്ന് മത്സരിക്കേണ്ടി വന്നു. തൃശ്ശൂരിൽ പാർട്ടിയുടെ സമ്മർദ്ദം കാരണം മത്സരിക്കേണ്ടി വന്നു, തോറ്റു. ഇപ്പോൾ ഒരു പദവിയിലും അദ്ദേഹം ഇല്ല. ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു സംശയം വരികയാണ്. കാരണം അവിടെ VK പ്രശാന്ത് ശക്തനായ ഒരു എതിരാളിയാണ്. അദ്ദേഹം ജനകീയനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ആശങ്കയിലാണല്ലോ ഇപ്പോൾ K മുരളീധരൻ. മറ്റൊരു മണ്ഡലം തേടുന്നതിൽ അത്ഭുതമുണ്ടോ? ശ്രീകുമാറിലേക്ക് വരാം. പക്ഷേ ഡാൻ, ഇപ്പോൾ വട്ടിയൂർക്കാവും ഗുരുവായൂരും കൊയിലാണ്ടിയും ഒക്കെ നോക്കിയാൽ നിലവിൽ ഇപ്പോഴും സാധ്യത K മുരളീധരന് കൂടുതൽ വട്ടിയൂർക്കാവിൽ തന്നെയാണല്ലോ. പക്ഷേ അദ്ദേഹം അത് എന്തുകൊണ്ടൊരു സുരക്ഷിത മണ്ഡലമായിട്ട് ഇപ്പോൾ കാണുന്നില്ല? അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരുമ്പോൾ തൃശ്ശൂരിൽ തൊട്ടടുത്ത ആഴ്ച തന്നെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പലപ്പോഴും കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഈ കാര്യമാണ്, ഞാൻ വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്, ഞാൻ അവിടെ ഉണ്ടാവും, എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ എങ്ങനെയും അതൊരു സുരക്ഷിത മണ്ഡലമല്ല എന്ന വിലയിരുത്തലിലേക്ക് വരുന്നു. ഗുരുവായൂരിനേക്കാൾ കൊയിലാണ്ടിയേക്കാൾ സുരക്ഷിതം വട്ടിയൂർക്കാവാണല്ലോ. മഞ്ജുഷ്, സംസ്ഥാനത്ത് BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം സജീവമായി നടക്കുന്ന 2 മണ്ഡലങ്ങളാണ് നേമം, അതോടൊപ്പം വട്ടിയൂർക്കാവ്. അത് കൃത്യമായൊരു പൊളിറ്റിക്സാണ്. അതായത് കോൺഗ്രസ് എത്ര കണ്ട് വോട്ടുകൾ പിടിക്കുന്നോ ആ വോട്ടുകളെ മറികടക്കുന്ന തരത്തിൽ BJP വോട്ടുകൾ മറിച്ച് പോൾ ചെയ്യപ്പെട്ടാൽ അത് CPM-ന് അനുകൂലമായി മാറും. മുരളീധരനെ പരാജയപ്പെടുത്തുക എന്നത് BJPയുടെ അജണ്ടയാണ് എന്നൊരു വിലയിരുത്തൽ മുരളീധരനുണ്ട്, അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വട്ടിയൂർക്കാവിൽ BJP വോട്ടുകൾ CPM-ന് അനുകൂലമായി മറിച്ച് പോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പ്രതീക്ഷയ്ക്കതീതമായ കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെയൊരു റിസ്ക് എടുക്കാൻ ഈ പ്രായത്തിൽ, അതാണ് അദ്ദേഹം സുമുഖനായി ഇരിക്കുന്നുവെങ്കിലും അദ്ദേഹം 65-ന് മുകളിലാണ് പ്രായം. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിന് നല്ലൊരു പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയൊരു ഭാഗ്യ പരീക്ഷണം വേണ്ട, കൃത്യമായി സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെ തനിക്ക് വേണമെന്നൊരു നിലപാടിലേക്ക് K മുരളീധരൻ എത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ മുരളീധരന് ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു സേ ഉണ്ടാകും. അത് പരിഗണിക്കാതിരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. കാരണം കോൺഗ്രസ് പ്രതിരോധത്തിലായ 2 ഘട്ടങ്ങളിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും, ആ 2 ഘട്ടങ്ങളിലും മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് BJPക്കെതിരായി കോൺഗ്രസ് കേരളത്തിൽ പ്രതിരോധം തീർത്തത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ മുമ്പോട്ട് വെക്കുന്ന ന്യായമായ ഒരു ആവശ്യമായി മാത്രമേ ഹൈക്കമാൻഡ് ആ വിഷയത്തെ കാണാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മുരളീധരന് അനുകൂലമായൊരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ആ വിഷയത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശരി, ഇപ്പോൾ ശ്രീ N ശ്രീകുമാർ കണക്റ്റഡാണ്. ശ്രീ N ശ്രീകുമാർ, ഇത് തികച്ചും ഒരു സാധ്യത തന്നെയാണല്ലോ. ഇപ്പോൾ താങ്കൾ തിരിച്ചു ചോദിക്കുകയാണ്, വട്ടിയൂർക്കാവാണല്ലോ കൂടുതൽ സുരക്ഷിതമെന്ന് പറയുമ്പോൾ ഡാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. K മുരളീധരന് വട്ടിയൂർക്കാവ്, അദ്ദേഹം കൈവെള്ളയിൽ കൊണ്ടു നടന്ന മണ്ഡലമാണ്